പെരുന്നാളിനോ അല്ലെങ്കിൽ പാർട്ടികൾക്കോ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വേറെ ഒരുപാട് ടേസ്റ്റിലുള്ള പുഡിങ്ങുകളൊന്നും ഉണ്ടാക്കുന്ന അത്രയും പണികളൊന്നും തന്നെ ഇല്ല, എന്നാൽ അതിനേക്കാളൊക്കെ അപാര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് 10 ഗ്രാം ചൈന ഗ്രാസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് സോക്ക് ആവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു പാക്കറ്റ് പാല് 525 ml പാക്കറ്റാണ് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് പാല് ഇതുപോലെ ബാക്കി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മളിതാ ഒരു 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം മതിയെന്നുണ്ടെങ്കിൽ, മധുരത്തിന് വേണ്ടിയിട്ടുള്ള മതിയെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കും ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ഒരു ചൈന ഗ്രാസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ മെയിൻ താരം ബട്ടർ തന്നെയാണ്. അപ്പം നമ്മൾ ബട്ടർ പുഡിംഗ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ബട്ടറിന്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ട് നമ്മളൊരു 100 ഗ്രാം ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു ചൈന ഗ്രാസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു 2 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, മാരി ബിസ്ക്കറ്റ്, അത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബ്രെഡ് എടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബ്രെഡാണ് കേട്ടോ ഇത്. അതൊരു 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ചൂടുള്ള പാലിൽ കിടന്നിട്ട് ഈ ഒരു ബ്രെഡൊക്കെ ഒന്നങ്ങ് സോക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നങ്ങ് ചൂടാറി വരട്ടെ. ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, കാരണം ഇതൊന്ന് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഇത് സെറ്റായിട്ട് പോവും. അപ്പോൾ സെറ്റ് ആവരുത്. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു ആവിയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നാൽ നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ 2 പ്രാവശ്യം ആക്കി അടിച്ചെടുത്തിട്ട് ഈ ഒരു പുഡിംഗ് ഡിഷിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഡെക്കറേഷനായിട്ട് ഇവിടെ ബദാം ചോപ്പ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കനം കുറച്ചിട്ട് ബദാം ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഒരു 2-3 മണിക്കൂർ വെക്കുമ്പോഴേക്കും പുഡിംഗ് നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ ബട്ടർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലെ പീസാക്കി എടുക്കേണ്ട, അതുപോലെ ക്രീമി ആയിട്ട് കോരി കഴിക്കുന്ന പുഡിംഗാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 10 ഗ്രാം ചൈന ഗ്രാസിന് പകരം ഒരു 8 ഗ്രാമൊക്കെ ചൈന ഗ്രാസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് അളവാണ്. നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡൊന്നല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലിഞ്ഞു പോകുന്ന പുഡിംഗ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ ബട്ടർ പുഡിംഗ് റെഡിയാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.